നമസ്കാരം. എല്ലാവർക്കും റിയൽ ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്: ഫെമിനിസം. ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ആദ്യം വരുന്നത്? പുരുഷന്മാരെ വെറുക്കുന്ന, കുടുംബം തകർക്കാൻ നടക്കുന്ന അഹങ്കാരികളായ ഒരു കൂട്ടം സ്ത്രീകൾ, അങ്ങനെയാണോ? അതോ തുല്യതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ധീരരായിട്ടുള്ള കുറച്ച് മനുഷ്യർ എന്നാണോ? നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കായിരിക്കും ഫെമിനിസം. ചിലർക്ക് ഇതൊരു മോശം വാക്കാണ്, എന്നാൽ മറ്റു ചിലർക്ക് ഇതൊരു പ്രതീക്ഷയാണ്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഫെമിനിസം? എന്തിനാണ് നമുക്ക് ഫെമിനിസം? ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ആദ്യം തന്നെ എന്താണ് ഫെമിനിസം എന്ന് ലളിതമായി പറയാം. ലിംഗഭേദത്തിൻ്റെ പേരിൽ ആർക്കും അവസരങ്ങളോ അവകാശങ്ങളോ നിഷേധിക്കപ്പെടരുത് എന്നും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശങ്ങളും അവസരങ്ങളും വേണം എന്നും വിശ്വസിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ആശയമാണ് ഫെമിനിസം. ഇവിടെ തുല്യത എന്ന വാക്കിനാണ് പ്രാധാന്യം, സ്ത്രീകളുടെ ആധിപത്യം എന്നതിനല്ല. പുരുഷനേക്കാൾ മുകളിലാണ് സ്ത്രീ എന്ന് ഫെമിനിസം ഒരിക്കലും പറയുന്നില്ല. മറിച്ച് പുരുഷനെപ്പോലെ തന്നെ തുല്യമായ പരിഗണനയും അവകാശങ്ങളും സ്ത്രീകൾക്കും അർഹതപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഫെമിനിസത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. ഇതൊരു പുതിയ ആശയമാണോ? ഒരിക്കലുമല്ല. ലോകമെമ്പാടും നൂറ്റാണ്ടുകളായി സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് ഫെമിനിസത്തിൻ്റെ ആദ്യത്തെ തരംഗം എന്ന് പറയാവുന്നത്. അന്ന് പ്രധാനമായും പോരാടിയത് വോട്ടവകാശം, സ്വത്തവകാശം, വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പിന്നീട് ഒരു 1960-കളിൽ രണ്ടാം തരംഗം വന്നു. അന്ന് തൊഴിലിടങ്ങളിലെ തുല്യത, നിയമപരമായ അവകാശങ്ങൾ, ലൈംഗിക സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1990-കൾക്ക് ശേഷം വന്ന മൂന്നാം തരംഗവും അതിനുശേഷമുള്ള പുതിയ ചിന്തകളും ജാതി, മതം, വർഗം, ലൈംഗികത തുടങ്ങി സ്ത്രീ അനുഭവങ്ങളെ സ്വാധീനിക്കുന്ന മറ്റു പല ഘടകങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ കാലത്തിനനുസരിച്ച് ഫെമിനിസ്റ്റ് ചിന്തകളും വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സമൂഹത്തിലേക്ക്, അതായത് കേരളത്തിലേക്ക് വരാം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നത്. ഫെമിനിസം ഒരു പാശ്ചാത്യ ഇറക്കുമതിയാണ്, അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നതാണ് അതിലൊന്ന്. ഇത് ശരിയാണോ? നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഇവിടെയും സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ച ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കളെ കാണാം. മാറുമറയ്ക്കൽ സമരവും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ചവരും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാൻ ആഹ്വാനം ചെയ്തവരുമെല്ലാം ഒരു തരത്തിൽ ഫെമിനിസ്റ്റ് ആശയങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അന്ന് അതിന് ഫെമിനിസം എന്ന പേരില്ലായിരുന്നു എന്നേ ഉള്ളൂ. തുല്യത എന്ന ആശയം ഒരു സംസ്കാരത്തിൻ്റെയും കുത്തകയല്ല, അതൊരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. ഫെമിനിസ്റ്റുകൾ പുരുഷന്മാരെ വെറുക്കുന്നു എന്നതാണ് മറ്റൊരു വലിയ തെറ്റിദ്ധാരണ. ഫെമിനിസം എതിർക്കുന്നത് പുരുഷന്മാരെ അല്ല, മറിച്ച് പുരുഷാധിപത്യ വ്യവസ്ഥയാണ്. എന്താണ് ഈ പുരുഷാധിപത്യം? പുരുഷനാണ് ശ്രേഷ്ഠൻ, തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവനാണ്, സ്ത്രീ അവന് താഴെയാണ് എന്ന ചിന്താഗതിയാണ് പുരുഷാധിപത്യം. ഈ വ്യവസ്ഥിതി പുരുഷന്മാരുടെ മുകളിലും ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കരയാൻ പാടില്ല, ജോലി ചെയ്ത് കുടുംബം നന്നാക്കണം, അധികാരം കാണിക്കണം തുടങ്ങിയ ചട്ടക്കൂടുകളിൽ അത് പുരുഷന്മാരെയും തളച്ചിടുന്നു. അതിനാൽ പുരുഷാധിപത്യം അവസാനിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഗുണകരമാണ്. ഒരു യഥാർത്ഥ ഫെമിനിസ്റ്റ് പുരുഷന്മാരെ വെറുക്കുന്നില്ല, മറിച്ച് പുരുഷന്മാരും ഈ പോരാട്ടത്തിൽ തങ്ങളോടൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സ്ത്രീകൾക്ക് എല്ലാ അവകാശങ്ങളും ഇല്ലേ, പിന്നെ എന്തിനാണ് ഫെമിനിസം എന്ന് ചോദിക്കുന്നവരുമുണ്ട്. നിയമപരമായ ഒരുപാട് അവകാശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ യാഥാർത്ഥ്യം അതാണോ? ഇന്നും തുല്യ ജോലിക്ക് തുല്യവേതനം ലഭിക്കാത്ത സ്ത്രീകളില്ലേ? വിവാഹം കഴിഞ്ഞ് സ്വന്തം ജോലിയും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് അടുക്കളയിൽ ഒരുങ്ങേണ്ടി വരുന്ന സ്ത്രീകളില്ലേ? രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിക്കുന്ന, പൊതു ഇടങ്ങളിൽ മോശം പെരുമാറ്റങ്ങൾ നേരിടുന്ന, സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമല്ലാത്ത സ്ത്രീകൾ നമ്മുടെ ഇടയിലില്ലേ? സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവർ, വീട്ടുജോലിയുടെ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമക്കുന്നവർ, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മുടെ കൺമുന്നിലുള്ളപ്പോൾ ഫെമിനിസത്തിൻ്റെ പ്രസക്തി അവസാനിച്ചു എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നല്ലൊരു ഭാവിക്ക് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഇത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം ചെയ്യേണ്ട കാര്യമല്ല, നമ്മുടെ എല്ലാ ഉത്തരവാദിത്വമാണ്. മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തുല്യരായി കാണാൻ പഠിപ്പിക്കുക. വീട്ടുജോലികൾ എല്ലാം ചെയ്യേണ്ടതാണെന്ന് അവരെ ശീലിപ്പിക്കുക. ആൺകുട്ടികളോട് കരയുന്നത് മോശമല്ലെന്നും പെൺകുട്ടികളോട് ധൈര്യമായി അഭിപ്രായം പറയുന്നത് അഹങ്കാരമല്ലെന്നും പറഞ്ഞു കൊടുക്കുക. സമൂഹത്തിൽ സ്ത്രീവിരുദ്ധമായ തമാശകളോ സംഭാഷണങ്ങളോ കേൾക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക. സ്ത്രീകളുടെ അഭിപ്രായങ്ങളെയും അനുഭവങ്ങളെയും വിലയോടെ കേൾക്കാൻ തയ്യാറാവുക. ജോലിസ്ഥലത്തും രാഷ്ട്രീയത്തിലും മറ്റ് നേതൃത്വ സ്ഥാനങ്ങളിലും സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാൻ പ്രോത്സാഹിപ്പിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഫെമിനിസം എന്നത് സ്ത്രീകളെയും പുരുഷന്മാരെയും പരസ്പരം എതിരാളികളായി കാണുന്ന ഒന്നല്ല,
മറിച്ച് ലിംഗഭേദത്തിൻ്റെ പേരിലുള്ള എല്ലാ വേർതിരിവുകളും ഇല്ലാതാക്കി എല്ലാവർക്കും ഒരുമിച്ച് ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ്. ഇതൊരിക്കലും ഒരു ടെററിസം അല്ലെങ്കിൽ ഒരു തീവ്രവാദമല്ല, ഇതൊരു മാനുഷികവാദമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.